കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വേങ്ങര തന്നെയാണ്. ഏറെക്കുറെ ആദ്യമായിട്ട് ഒപ്റ്റിക്കൽസ് തുടങ്ങുന്ന മദർ എന്നാണ്. അതെ അതെ അതെ. പിന്നെ മദർ ഡെന്റൽ കെയർ. അതെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം മദറാണ്. അമ്മ അത് തന്നെയാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അമ്മയാണ്. അതെ, അമ്മയിൽ നിന്നാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞതുപോലെ തന്നെ അമ്മയിൽ നിന്ന് തന്നെയാണ്. കാരണം ആരോഗ്യം നമുക്ക് കിട്ടുന്ന അമ്മയിലാണ്. തീർച്ചയായും. അതുകൊണ്ട് അമ്മ എന്നുള്ള രീതിയിലാണ് ഒപ്റ്റിക്കൽസ് തുടങ്ങിയതിന് ശേഷമാണ് ഡെന്റൽ കെയർ. അതെ അതെ അതെ. ഇന്ന് മലബാറിലെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ഡെന്റൽ കെയർ ആണ് മദർ ഡെന്റൽ കെയർ. അതെ അതെ. എത്രത്തോളം ആധുനികമായ സംവിധാനങ്ങൾ അതിൽ? അത് ഇന്ന് ലോക വിപണിയിൽ ലഭിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് മദർ ഡെന്റൽ ഹോസ്പിറ്റൽ. അത് കോട്ടയ്ക്കലാണ്. അതെ, അത് കോട്ടയ്ക്കലാണ്. ഒന്ന് തുടങ്ങാൻ പോകുന്നുണ്ട് കോഴിക്കോട്, പിന്നെ എറണാകുളത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി സാധ്യതകളുണ്ട്. ഈ ഒരു മേഖല എന്ന് പറയുമ്പോൾ ഇന്നത് ഒരു ആവശ്യ ഘടകമാണ്. അത് ഇപ്പോൾ ഡെന്റൽ ഹോസ്പിറ്റൽസ് നമ്മൾ ചെയ്യുന്നു, ഗോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സേവനം അതിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും. കോട്ടയ്ക്കൽ മാത്രം 25-ൽ പരം ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിലൊരു OPയിൽ ഒരു 9 പേരോളം, ബാക്കി ആളുകൾ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സ്. മദർ ഒപ്റ്റിക്കൽസ് ഇന്ന് കന്നഡ വ്യാപാര രംഗത്ത് വളരെ വ്യത്യസ്തതയാണ്. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രെയിം, ലെൻസും ഫ്രെയിമുമാണ് മദർ ഒപ്റ്റിക്കൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഇത്തരം രാജ്യങ്ങളിൽ ഞാൻ നേരിട്ട് പോയിട്ട് പർച്ചേസ് ഏറ്റവും പുതിയ ട്രെൻഡിൽ ഏറ്റവും പുതിയ ഉൽപ്പന്നം ലോക വിപണിയിൽ ലോഞ്ച് ചെയ്യുന്ന അതേ സമയം ആ സാധനം കേരളീയർക്ക് എൻ്റെ സ്ഥാപനത്തിലൂടെ ഞാൻ നൽകുന്നു. അത് വളരെ മിതമായ നിരക്ക്. അതാണ് അവിടുത്തെ വിജയമെന്നും പറയുന്നത്. ഈ ഫ്രെയിംസിൻ്റെ ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എൻ്റെ ഷോറൂം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ ലഭിക്കുന്ന പ്രൈസുമായിട്ട് വലിയ അന്തരമാണ്. കാരണം ഒത്തിരി ഒരു കാർട്ടിയർ ഫ്രെയിം ഒരു 85,000 രൂപ വിലക്ക് നമ്മൾ ഇവിടെ വിൽക്കുന്ന ഒരു കാർട്ടിയർ ഫ്രെയിം ഇന്ന് UAEയിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പറിലുള്ള സാധനം 1,60,000 രൂപ നമ്മൾ നൽകേണ്ടി വരും. ഈ ഒരു വ്യത്യാസം ഇതിനകത്ത് എല്ലാ ഫ്രെയിംസിലും ലെൻസിലും ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം നോക്കാനും സാധിക്കും. തീർച്ചയായിട്ടും. ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു 36-37 രാജ്യങ്ങൾ യാത്രകൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്നു, ഒരുപാട് പഠിക്കുവാൻ കഴിയുന്നു. അത് എത്രത്തോളം ജീവിതത്തിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ടെന്ന്. പിന്നെ യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവന് വേണ്ടി അവന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം യാത്ര ചെയ്യാന്നുള്ളതാണ്. സ്വന്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം യാത്ര ചെയ്യുക എന്നുള്ളത്. യാത്ര ചെയ്യുമ്പോൾ നമ്മളങ്ങോട്ട് വികസിക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. മൊത്തം കാരണം നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ വലിയ ഒരു ചേഞ്ച് സൃഷ്ടിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് യാത്രയിൽ നിന്ന് കിട്ടിയതാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ യാത്ര ചെയ്യാൻ അതിന് ഒരാളാണെങ്കിൽ പോലും അവൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് എന്ത് യാത്ര ചെയ്യാൻ പറ്റുമോ യാത്ര ചെയ്യാം. ഇവിടെ വന്നപ്പോൾ വളരെ പ്രത്യേകത തോന്നിയ ഒരു കാര്യം, ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നു, സമയം വിലയേറിയതാണ്, അത് പാഴാക്കി കളയരുത്.
എപ്പോഴും അത് നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ള ആ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് സമയത്തെ. നമ്മുടെ ജീവിതകാലം ഇപ്പോൾ 45 വർഷക്കാലത്തെ ഒരു യാത്രയായിരുന്നു ജീവിതം. 20ാമത്തെ വയസ്സിൽ പ്രവാസ ജീവിതം ആരംഭിക്കുന്നു. ഇപ്പോഴും റെസ്റ്റ് ഇല്ലാതെ ജീവിതയാത്ര തുടരുകയാണ്. ഏതെങ്കിലും നിമിഷത്തിൽ ഒരു സമയത്തെ വേസ്റ്റാക്കി അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ സമയത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്ന് അതൊരു മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനെ കണ്ടു റോട്ടിൽ വെച്ച്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പ്രകീർത്തിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തിന് പറയുന്ന ഒരു കോംപ്ലിമെൻ്റ്. ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ എൻ്റെ ആ സമയം എത്രത്തോളം ഉപകാരപ്രദമായി ഞാൻ വിനിയോഗിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സമയത്തെ മാക്സിമം ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കും. യെസ്. അദ്ദേഹത്തിന് നമ്മൾ നൽകിയ ആ സന്തോഷം അല്ലെങ്കിൽ ആ കോംപ്ലിമെന്റ്, അവിടെയാണ് നമ്മുടെ സമയത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂർ അല്ലെങ്കിൽ 22 മണിക്കൂർ നമ്മൾ കിടന്ന് അധ്വാനിച്ചിട്ട് ഒരു സമയം കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സമയം പൂർണ്ണമായി. പിന്നെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു നന്മ എന്ന് ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ കുറിച്ച് ഒരു നന്മ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നല്ലത് പറയാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കാത്തതായിട്ട് ഒരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടില്ല. കാരണം പ്രകീർത്തനം ദൈവം പോലും ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രകീർത്തിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെന്താ പറയുന്നത്? ദൈവമേ നീയാണ് വലിയവൻ, നീയാണ് സർവാധികാരി, നിനക്കേ സാധിക്കൂ, നീ എനിക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏത് മതത്തിലായാലും ദൈവം പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സഹജീവികൾക്ക് ശകലം നമുക്ക് കൊടുത്തുകൂടാ?